ബിഗ് ബോസിൻ്റെ മിഡ് വീക്ക് എവിക്ഷൻ ടാസ്ക് കഴിഞ്ഞപ്പോൾ എല്ലാവരും തന്നെ ഇപ്പോൾ വിശ്രമിക്കുകയാണ്. ശരീരം അനങ്ങി കളിക്കേണ്ട ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ആ ഗെയിം കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാവരുടെയും എനർജി അല്പം ഡൗൺ ആയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ മൂലയിലായിരുന്ന് പയ്യെ തമാശയൊക്കെ പറഞ്ഞ് വിശ്രമിക്കുകയാണ്. രേണുവാണ് ഏറ്റവും കൂടുതൽ തളർന്നതെന്ന് നമുക്ക് കണ്ടാൽ തോന്നും. ഗെയിമിൻ്റെ ഇടയ്ക്കാണെങ്കിലും അത് കഴിഞ്ഞാണെങ്കിലും അല്പം ഇനാക്റ്റീവായി നിൽക്കുന്നത് പോലെ രേണുസുതിയെ കാണുമ്പോൾ നമുക്ക് തോന്നുന്നു. പക്ഷേ രേണുസുതിക്ക് അധികം ഗെയിമിൽ എഫോർട്ട് ഇടേണ്ടി വന്നില്ല. കാരണം മിഡ് വീക്ക് എവിക്ഷൻ ലിസ്റ്റിലുള്ളവർ പ്രത്യേകിച്ച് ഒന്നും തന്നെ ചെയ്യേണ്ടിയിരുന്നില്ല. അവിടെ സൈഡിൽ നിന്ന് അവർ തിരഞ്ഞെടുത്ത മത്സരാർത്ഥികളെ പ്രോത്സാഹിപ്പിക്കുക എന്നത് മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് വലിയ എഫോർട്ട് ഇടേണ്ടി വന്നില്ല. മഡ്പിറ്റിലിറങ്ങിയ 6 പേർക്കാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലി കളിക്കേണ്ടി വന്നത്. അതിൽ ശൈത്യയുടെ കൈയും കാലും എല്ലാം മുറിഞ്ഞിരിക്കുവാണ് എന്ന് അനുമോളുടെ അടുത്തൊക്കെ നമ്മൾ പറയുന്നത് കേട്ടു. നിവിനാണെ അവിടെ കിടന്നുരുളുമായിരുന്നു. അതുപോലെ എല്ലാവരും കളിച്ച 6 പേരും മണ്ണിൽ പൂണ്ട് കിടന്നല്ലേ കളിച്ചത്. അതുകൊണ്ട് തന്നെ 6 പേർക്കും നല്ല ക്ഷീണം കാണും. ബിഗ് ബോസ് വീട് കഴിഞ്ഞ ആഴ്ചയിൽ നിന്ന് മൊത്തത്തിലൊന്ന് മാറിയിട്ടുണ്ട്. എല്ലാവരുടെയും സ്വഭാവത്തിലും നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ഇമോഷണലി അറ്റാച്ച്ഡ് ആകാൻ തുടങ്ങിയിരിക്കുന്നു. ഈവൻ അനീഷ് വരെ ഷാനവാസായിട്ട് ഇന്ന് കുറേ തമാശകൾ പറയും, ചിരിക്കുകയും അക്ബർ ശരത്തിൻ്റെ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവരോട് പോയി സംസാരിക്കുകയും തമാശ പറയുകയും എല്ലാം ചെയ്ത് ഇപ്പോൾ മൊത്തത്തിൽ എല്ലാവരും തമ്മിലൊരു ഇമോഷണൽ കണക്ഷൻ ബിൽഡ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു സന്തോഷമുള്ളൊരു വീട് പോലെ ഇപ്പോൾ ലൈവ് കാണുമ്പോൾ നമുക്ക് തോന്നും. എപ്പോഴാണ് അടി പൊട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വേറൊരു കാര്യം. എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.